ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെപ്പർ ഗാർലിക് ബീഫാണ് ഇന്നത്തെ ഐറ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാവേ. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് കഴുകി വെച്ചിരുന്ന ബീഫിനെ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ബീഫിൽ നിന്ന് തന്നെ താനെ വെള്ളം ഇറങ്ങിക്കോളും. അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബീഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് പകരം വിനെഗറോ നാരങ്ങാചീരോ ചേർത്താലും മതി. പക്ഷേ സോയാ സോസ് ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറെ മസാലകളൊന്നും നമ്മൾ ആഡ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കേണ്ടതാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ബീഫിനെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിനെ ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളി മുഴുവനെ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് വരണം. പുറത്ത് വന്ന വെളുത്തുള്ളി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ മസാല ചെയ്ത് വെച്ചിരുന്ന ബീഫിനെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ബീഫ് നല്ലൊരു ഡ്രൈ രൂപത്തിൽ വരണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ബീഫ് ഇതുപോലെ കളർ ചേഞ്ച് ചെയ്ത് വരണം. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കണം. ഇനി വീണ്ടും ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മൈദ ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബീഫും കൂടെ ആഡ് ചെയ്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് എല്ലായിടത്തും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗാർലിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂവേ, നമ്മുടെ പെപ്പർ ഗാർലിക് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എപ്പോഴും ബീഫ് റോസ്റ്റും ബീഫ് ചില്ലിയൊക്കെ അല്ലേ കഴിക്കുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുവേ.